നോക്കൂ കുട്ടികളെ, നാളെ സയൻസ് പരീക്ഷയാ. ആരും പഠിക്കാൻ മറക്കരുത്. ഗുഡ്. എല്ലാരും പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. നാളെ കാണാം കേട്ടോ. എനിക്ക് എക്സാം ഇഷ്ടല്ല, അതുകൊണ്ട് സ്കൂളിൽ വരാനും ഇഷ്ടല്ല. എന്തു പറ്റിയല്ലേ? എന്തോ ഒരു മൂഡ് ഔട്ട്. എനിക്ക് മനസ്സിലായി, നാളെ സയൻസ് എക്സാം ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പേടിക്കുന്നത്. സത്യം സമ്മതിച്ചോ? എക്സാമിനെ കുറിച്ച് എനിക്ക് പേടിയൊന്നുമില്ല. ഞാനാ ഹയസ്റ്റ് മാർക്ക് എടുക്കാൻ പോന്നെ. വേണമെങ്കിൽ നീ നോക്കിക്കോ. നീ ഇങ്ങനെ പറയൂ, പക്ഷെ ബെന്നിയാണ് അധികം മാർക്ക് എടുക്കാൻ പോണത്. അതൊക്കെ നുണയാ. ഞാനാ ഹയസ്റ്റ് മാർക്ക് എടുക്കാൻ പോന്നെ. വേണമെങ്കിൽ എക്സാമിന് ഞാൻ നിന്നെ സഹായിക്കാം. നിന്നെ എക്സാമിന് പാസ്സാക്കാൻ എന്റെ കയ്യിൽ ഒരു രഹസ്യ ഫോർമുല ഉണ്ട്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്നാ പിന്നെ നമുക്ക് നാളെ കാണാം. മായക്കണ്ണ, എക്സാമിന് പാസ്സാവാനുള്ള വിദ്യ എന്താ നിനക്ക് അറിയാമോ? എനിക്കെങ്ങനെ അറിയാനാ? നീ സൂസിയോട് ചോദിച്ചു നോക്ക്. സൂസിയോ? അവളുടെ സഹായം വേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു. സൂസിയാണ് എപ്പോഴും നിറയെ മാർക്ക് വാങ്ങാറ്. പാസ്സാവാനുള്ള രഹസ്യം പറയാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കേട്ടില്ല. നീ പഠിച്ച് പാസ്സാവാതെ കുറുക്കു വഴിയിലൂടെ പാസ്സാവാൻ നോക്കുക. പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എത്ര ബുക്സാ പഠിക്കുക? എവിടുന്ന് തുടങ്ങേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പഠിച്ചാലും സീക്രട്ട് ഫോർമുല കൊണ്ട് അവളെന്നെ തോൽപ്പിക്കും. ഒരു മിനിറ്റ്, അവൾ എന്താ പറഞ്ഞെന്നറിയോ? ഇന്ന് രാത്രി അവളുടെ സീക്രട്ട് ഫോർമുല ഉപയോഗിക്കാൻ പോകുന്നെന്ന്. അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നെന്ന് നോക്കി ഞാൻ കോപ്പി അടിക്കാൻ പോവാ. ഞാനും ആ സീക്രട്ട് ഫോർമുല പഠിക്കാൻ പോവാ. പ്ലീസ് മായക്കണ്ണ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റൂ. ഈ പ്രാവശ്യം നീ എന്നെ സഹായിച്ച അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ പഠിച്ച് മാർക്ക് വാങ്ങും. എന്നെ ഇപ്പൊ തന്നെ പഠിച്ച് പാസ്സായിക്കൂടെ? ശരി, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? അത് അവളെ പിന്തുടർന്ന് അവൾ എന്താ ചെയ്യണെന്ന് നോക്കണം. അവൾ ചെയ്യുന്നത് നോക്കി അവളേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം. നീ ഭയങ്കര മടിച്ചിയാ. വേണമെങ്കിൽ നോക്കിക്കോ, ഞാനാണ് ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ പോണത്. ഞാനൊരു മാജിക് കാണിക്കാം. അവളെ കാണാതെ പിന്തുടരാതെ അവൾ എന്താ ചെയ്യുന്നതെന്ന് നീ കാണാൻ പോവാ. അവളിപ്പോ എന്ത് ചെയ്തോണ്ടിരിക്കാ? സൂസി, സോറി മോളെ, നീ പഠിച്ചത് മതി. നമുക്കിന്ന് പുറത്തു പോണം. എവിടെയാമ്മേ നമ്മള് പോന്നെ? നിന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ബോംബെന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നമ്മള് ഡിന്നറിന് പോവാ. എനിക്ക് നാളെ എക്സാം ആണമ്മേ. അച്ഛൻ വരാന്ന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മള് പോയേ പറ്റും മോളെ. എന്താ അമ്മേ? പോയി വന്നിട്ട് പഠിക്കാം മോളെ. എനിക്ക് ഹെയർ ഡ്രസ് ഒക്കെ ചെയ്ത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുണ്ട്. മോൾ പോയിട്ട് പാല് വാങ്ങിച്ചിട്ട് വാ. അയ്യോ, എന്താ സംഭവിക്കുന്നുണ്ടല്ലോ? എന്താ സൂസി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതെ, അവൾ എന്താ ചെയ്യുന്നത്? അവള് പാല് കുടിച്ചോണ്ടിരിക്കുക. പാല് കുടിച്ച് ഓർമ്മശക്തി കൂടുവത്രേ. അമ്മ, ഞാൻ പാല് വാങ്ങിച്ചോണ്ട് വന്നു. നല്ലത് മോളെ. ഞാനിപ്പൊ കൈയെടുത്ത മുടിയൊക്കെ അലങ്കോലാവും. മോള് മമ്മിക്ക് ഹെൽപ്പ് ചെയ്യോ? അവള് കുടിച്ചില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും പോവാ. ആ, പാൽ എനിക്ക് കൊണ്ടുവന്നതാണോ? അതെ, നിനക്ക് വേണ്ടിയാ. നിർത്ത്, നീ എന്തായി ചെയ്യുന്നത്? വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. നീ ചെയ്യുന്നത് വിചിത്രം തന്നെയാ. മോളെ, എന്റെ ഹാൻഡ് ബാഗ് എടുത്തോണ്ട് വാ. കബോർഡിന്റെ മേലെ വെച്ചിട്ടുണ്ട്. ചേറിന്റെ മേലെ കയറിയാലേ എന്നെ കൊണ്ട് എടുക്കാൻ വേണ്ട മോളെ, ചേർ കയറിയാ നീ വീണു പോയില്ലേ? നിന്റെ അടുത്ത് കൊറേ ബുക്സ് ഇല്ലേ? അത് അടുക്കി വെച്ച് അതിന്റെ മേലെ കയറിക്കോ. ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. അവള് സ്പെഷ്യൽ ബുക്ക് എടുത്ത് അവൾ എക്സാമിന് വേണ്ടി പഠിക്കാൻ പോവാ. ഇവിടെ നിറയെ ബുക്സ് ഉണ്ടല്ലോ. ഇതിലെ ഏതാ പഠിക്കേണ്ടത് എനിക്ക് അറിയില്ല. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എക്സാമിന് വേണ്ടി അവൾ എത്ര ബുക്ക് പഠിക്കുന്നത്? ഇത് ടൂ മച്ചാ. ഇങ്ങനെയാണ് അവൾ എല്ലാ എക്സാമിലും പാസ് ആവുന്നത്. എല്ലാ ആൻസേഴ്സും ഈ പുസ്തകങ്ങളിൽ ഉണ്ടാവും. അവളുടെ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചെന്ന് അവൾക്ക് അറിയില്ല. മോളെ, അച്ഛന്റെ ഫ്രണ്ട് ബോംബെക്കാരനായതുകൊണ്ട് അയാൾക്ക് ഹിന്ദി മാത്രമേ അറിയൂ. അമ്മ പറയുന്ന മാതിരി മോളെ അയാളോട് പറയണേ. ചാച്ചാ കേസിയാ. എന്ത്? ചാച്ചാ കേസിയാ? അവള് ഏത് ഭാഷ സംസാരിക്കുന്നേ? ലീനെ, നീ എക്സാമിന് പഠിച്ചിട്ടുണ്ടോ? നോക്ക്, നിന്റെ സീക്രട്ട് ഫോർമുലയിൽ എനിക്ക് വിശ്വാസം ഇല്ല. എന്നാ പിന്നെ നമുക്ക് എക്സാമിൽ മത്സരിക്കാം.
ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ലീനെ, നീ എന്താ ക്ലാസ്സിൽ വന്നത് പഠിക്കാനല്ലേ, ഉറങ്ങാൻ വേണ്ടിയാണോ? ശരി കുട്ടികളെ, ഞാൻ എക്സാംസിന്റെ റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സൂസിയാണ് ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. സൂസി, നിന്റെ വിജയത്തിന്റെ രഹസ്യം എല്ലാരോടും നിനക്ക് പറഞ്ഞൂടെ? ഇതില് രഹസ്യമൊന്നും ഇല്ല മിസ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാ. മാത്രല്ല എക്സാമിന്റെ അന്ന് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചതാ. അങ്ങനെ പറന്ന് പൈക്കോ, താഴെ വരണ്ട. ഇനി ലീനയുടെ കന്നഡ മോഹം. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. മാത്രല്ല ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്ഥിതിയിലെത്തിയത്. പ്രത്യേകിച്ച് എന്റെ ക്ലാസ്മേറ്റ്സ് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാളും ഉയർന്ന സ്ഥിതിയിലെത്തും. താങ്ക് യു. ഡെന്നി സ്കൂൾ ഫസ്റ്റ് ആകുമെന്നാ തോന്നുന്നത്. എന്റെ കൂട്ടുകാരെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. അവരെ ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് മാർക്ക് കിട്ടിയത്. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആവും. ലീനെ, നിനക്ക് എന്ത് പറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നത്? രണ്ട് രാജ്യങ്ങളും പുതിയ കരാറിൽ ഒപ്പുവെച്ചു. ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പരിശ്രമിച്ചുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാൾ ഉയർന്ന നിലയിലെത്തും. അവൻ കന്നഡ കൊണ്ടാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങിയത്. അമ്മേ, എനിക്കൊരു കണ്ണാടി വാങ്ങിത്താ. അച്ഛൻ്റെ അടുത്തില്ലേ അതുപോലെ ഒരു ഭംഗിയുള്ള കണ്ണട. മോളെ, കണ്ണട ഇട്ടിട്ടില്ലെങ്കിൽ അച്ഛന് കണ്ണ് കാണില്ല മോളെ. ടിവിയിൽ വരുന്നവരൊക്കെ കണ്ണട ഇടുന്നത് അമ്മ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ മോളിപ്പൊ കണ്ണട ഒന്നും ഇടണ്ട. കണ്ണട എനിക്ക് നന്നായി ചേരുന്നുണ്ട്. ഞാന് കൊറേ നേരമായി നോക്കിക്കൊണ്ടിരിക്കുക. നീ എന്താ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിനുള്ളിൽ എന്താ? എന്റെ സൗന്ദര്യം കണ്ട് നിനക്ക് അസൂയ തോന്നുന്നു. എനിക്ക് കണ്ണട ഇടാൻ ഭയങ്കര ഇഷ്ടാ. നന്നായിട്ടുണ്ടോ? നിന്റെ അച്ഛന്റെ പഴയ കണ്ണാടി ഇതിനേക്കാൾ നന്നായിരിക്കും. അത് ആദ്യം തന്നെ പറഞ്ഞിട്ടായിരുന്നു.